ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടറി ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടർ ഫംഗ്ഷൻസും ഫാക്ടറി ഫംഗ്ഷൻസും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫാക്ടറി ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ പാസ്കൽ കേസിംഗ് ആണ് നെയിമിംഗ് കൺവെൻഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ നോർമൽ ഫാക്ടറി ഫംഗ്ഷൻസിന്റെ അകത്ത് അതിന്റെ ആവശ്യമില്ല. ഫാക്ടറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റിന്റെ കൂടുതൽ വർക്കിംഗ് ഒന്നുമില്ല കൺസ്ട്രക്ടർ ഫംഗ്ഷൻ പോലെ. ബട്ട് നമ്മൾ തന്നെയാണ് മാനുവലി, നമുക്കാണ് എല്ലാ കൺട്രോളും. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ എന്താ ക്രിയേറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്തൊരു നെയിമും വരുന്നുണ്ട്, ഏജും വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഒരു സാധാരണ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നിന്നുള്ള റിട്ടേൺ കീവേഡ് നമ്മൾ എഴുതി നമ്മളൊരു ഒബ്ജക്റ്റിനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്തോട്ട് വന്ന നെയിമും ഏജും, നെയിം ഏജ്, നമുക്കൊരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാം. പ്രിന്റ് ഫംഗ്ഷൻ ലോഗ് ദിസ് ഡോട്ട് നെയിം ദിസ് ഡോട്ട് ഏജ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു ഫാക്ടറി ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ന്യൂ കീവേഡ് യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് കോൺസ്റ്റ് പേഴ്സൺ ഈക്വൽ ടു ക്രിയേറ്റ് പേഴ്സൺ ഓഫ് പേഴ്സന്റെ പേര് വരുന്നത് അമൽ എന്നാണ്. ഓക്കെ, ഏജ് വരുന്ന ഒരു 30 ഇടാം. നമുക്ക് എന്നിട്ട് ഈ പേഴ്സണെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലോഗ് പേഴ്സൺ. ഓക്കെ, ഇതാ ആ പേഴ്സൺ പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഫംഗ്ഷൻ എന്ന് വിളിച്ചു നോക്കാം. പേഴ്സൺ ഡോട്ട് ഗെറ്റ് യൂസർ പേഴ്സൺ ഡോട്ട് പ്രിന്റ്. ഓക്കെ, അമല് 30 പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഫാക്ടറി ഫംഗ്ഷൻ. ഫാക്ടറി ഫംഗ്ഷന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുന്നത്. കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ദിസിന്റെ ബൗണ്ടിങ് ഈ ഫാക്ടറി ഫംഗ്ഷൻസ് അതില്ല, കൺസ്ട്രക്ടർ ഫംഗ്ഷൻ്റെ അകത്ത് അതുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റിനെ ഫാക്ടറി ഫംഗ്ഷൻസിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പേഴ്സൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം അതൊരു ഫാക്ടറി ഫംഗ്ഷൻ്റെ അകത്ത് ആ കാര്യം നടക്കത്തില്ല. അപ്പം ഫാക്ടറി ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റിന്റെ അകത്തോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ടി വരും. ആദ്യം ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മെത്തേഡിനെ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് ആ ഗെറ്റ് യൂസർ ഇതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് യൂസർ എന്ന് പറയുന്ന മെത്തേഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് മെത്തേഡ് വെച്ചിട്ട് ആ മെത്തേഡിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പേഴ്സൺ ഡോട്ട് നെയിം, പേഴ്സൺ ഡോട്ട് ഏജ്, എന്നിട്ട് റിട്ടേൺ പേഴ്സൺ ആ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതി വേണം നമുക്ക് പ്രോട്ടോടൈപ്പിന്റെ അകത്തോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യണം ഫാക്ടറി ഫംഗ്ഷൻസിന്റെ കേസിൽ. പക്ഷേ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേഴ്സൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഫാക്ടറി ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ആൻസർ തരാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെയും ഫാക്ടറി ഫംഗ്ഷന്റെയും മെയിൻ ഡിഫറൻസ് ഒന്ന് നോക്കാം. നമ്മളൊരു ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിന്റെ മെയിൻ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.